ഇന്ന് നമുക്ക് വഷ് ലെവൽ 2 എന്ന ഗുജറാത്തി സിനിമയുടെ കഥ നോക്കിയാലോ? സെക്കൻഡ് പാർട്ടിന്റെ കഥ മനസ്സിലാക്കുന്നതിന് മുൻപ് ഫസ്റ്റ് പാർട്ടിന്റെ കഥ അറിയണ്ടേ? എങ്കിൽ നമുക്ക് ചുരുക്കി ഒന്ന് നോക്കാം. അഥർവയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. അതിൽ അഥർവയുടെ മകളുടെ പേരാണ് ആര്യ. ഇവർ വെക്കേഷൻ ആയപ്പോഴോ ഫാം ഹൗസിലേക്ക് പോകുവാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ വെച്ച് ഒരു ഹോട്ടൽ ഫുഡ് കഴിക്കുവാനായും കയറും. എന്നാൽ പൈസ കൊടുക്കുവാൻ നേരം ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് 10 രൂപ കൊടുത്ത് സഹായിക്കുന്നത് പ്രതാപ് എന്നൊരാളായിരുന്നു. ഈ പ്രതാപ് എന്നിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് ഇടിച്ചു കയറി സംസാരിക്കും. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ ആരും അറിയാതെ തന്റെ കയ്യിൽ കരുതിയിരുന്ന കുറച്ച് പഞ്ചസാര ആര്യയെ കൊണ്ട് കഴിപ്പിക്കുന്നു. സത്യത്തിലത് ആര്യയെ വശീകരിക്കുവാൻ വേണ്ടി ചെയ്തതായിരുന്നു. അതൊന്നും അറിയാതെ ആര്യ അതങ്ങ് കഴിക്കും. എന്നിട്ടവർ ഫാം ഹൗസിലേക്ക് വന്ന സമയത്തോ അവരെ ഫോളോ ചെയ്ത് പിന്നാലെ പ്രതാപം ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാ ചെയ്തത്. മാത്രവുമല്ല, അയാൾ പറയുന്നതെല്ലാം ആര്യ അനുസരിക്കുന്നു. ഇതെല്ലാം പ്രതാപും ഭാര്യയും അയാളുടെ മകനും നോക്കി നിൽക്കുകയാണ് ചെയ്തതും. മാത്രവുമല്ല, അയാൾ എന്തൊക്കെ ചെയ്യാൻ പറയുന്നോ അതെല്ലാം ആര്യ ചെയ്യുന്നല്ലോ. അവളോട് ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്നു, കരയാൻ പറയുമ്പോൾ കരയുന്നു, തേയില വാരി തിന്നാൻ പറയുമ്പോഴോ അതും അവൾ ചെയ്യുന്നു. മാത്രവുമല്ല, അവളുടെ അനിയനെ ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുവാനായിട്ടും പ്രതാപ് പറഞ്ഞു. അതതുപോലെ ആര്യ ചെയ്തു. ആര്യ തന്റെ സഹോദരനെ ടെറസിൽ നിന്നും താഴേക്കിട്ടതിൽ ആ പയ്യന് കുറച്ച് പരിക്ക് പറ്റിയിരുന്നു. ഉടനെ തന്നെ അഥർവയുടെ വൈഫാണെങ്കിലോ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ആ തക്കം നോക്കി പ്രതാപ് ആര്യയും കൂട്ടി തന്റെ താവളത്തിലേക്ക് പോകുന്നു. അവിടെ എന്തൊക്കെയോ ദുർമന്ത്രവാദം നടക്കുകയായിരുന്നു. ആര്യയെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതാപിനെ ഫോളോ ചെയ്ത് അഥർവയും അവിടെ എത്തുന്നുണ്ട്. മകനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ഭാര്യയും എത്തുന്നുണ്ട്. മന്ത്രവാദം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ അഥർവയാണെങ്കിലോ പ്രതാപിന്റെ നാവറുത്ത് കളഞ്ഞു. അഥർവ പ്രതാപിന്റെ നാവറുത്തതോടുകൂടി പ്രതാപിന്റെ ദുർമന്ത്രവാദം അവിടെ അവസാനിച്ചു. പ്രതാപ് ഒരുപാട് പെൺകുട്ടികളെ വശീകരിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ആ നാവറുത്തതോടുകൂടി ആ പെൺകുട്ടികളെല്ലാം വശീകരണത്തിൽ നിന്നും മുക്തി നേടി. പക്ഷേ ആര്യ മാത്രം മുക്തയായില്ല. എന്നാൽ ഈ പ്രതാപിനെ അഥർവയാണെങ്കിലോ അവനെ ബന്ധിക്കുകയും ഒരു തടങ്കലിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്തു. പ്രതാപിനെ ബന്ധിച്ചുവെങ്കിലും പ്രതാപിന്റെ വശീകരണത്തിൽ നിന്നും ആര്യ മുക്തയായില്ല. അവൾ എപ്പോഴും ഒരു മൂലയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 10 വർഷം കടന്നുപോയി. 10 വർഷങ്ങൾക്ക് ശേഷവും ആര്യയിൽ ഒരു മാറ്റവുമില്ല. അവളുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് ഒരു വിരൂപമായ രൂപത്തിൽ അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. അവൾ ആ വശീകരണത്തിൽ തന്നെ ഇപ്പോഴും പെട്ടുകിടക്കുകയാണ്. അവിടെയാണ് വഷിന്റെ ആദ്യത്തെ പാർട്ട് അവസാനിക്കുന്നത്. സെക്കൻഡ് പാർട്ട് തുടങ്ങുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളെയാണ് കാണിക്കുന്നത്. ഈ കുട്ടികളും പല സാഹചര്യത്തിലാണ് ആ സ്കൂളിൽ വരുന്നതും. കാശുള്ളവരുടെ മക്കളുണ്ട്, കാശില്ലാത്തവരുടെ മക്കളുണ്ട്. കാശുള്ളവരുടെ മക്കളാണെങ്കിലോ കാറിൽ വരും, കാശില്ലാത്തവരുടെ മക്കളാണെങ്കിലോ സാധാ ബസ്സിലും സ്കൂൾ ബസ്സിലും, പിന്നെ അവരുടെ അച്ഛൻ തന്നെ കൊണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് സ്കൂളിലേക്ക് അയക്കുന്ന കുറച്ചധികം പെൺകുട്ടികൾ. അതൊരു ഗേൾസ് സ്കൂളായിരുന്നു. ക്ലാസ് ഒക്കെ നടക്കവേ ലഞ്ച് ബ്രേക്ക് ആയപ്പോഴോ ഈ പെൺകുട്ടികൾ എല്ലാവരും ഫുഡ് കഴിക്കുവാനായിട്ട് ക്യാൻറ്റീനിലേക്കും എത്തി. എന്നാൽ അതിലൊരു പെൺകുട്ടിയുടെ ദേഹത്ത് മറ്റൊരു പെൺകുട്ടി അറിയാതെ വെള്ളം തട്ടിയിട്ടു. ഉടനെ തന്നെ ആ പെൺകുട്ടി വാഷ്റൂമിലേക്ക് പോകും. അങ്ങനെ ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും ഇരുന്ന് സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ച് ആഹാരം കഴിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവരൊന്നും മിണ്ടാതിരിക്കുന്നു. എല്ലാവരും സൈലന്റ് ആകുന്നു. അത് കാണുന്ന ആ ക്യാൻറ്റീൻ ജീവനക്കാരാണെങ്കിലോ ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിലോ ആരും അനങ്ങുന്നതേയില്ല. പെട്ടെന്നൊരു പെൺകുട്ടി വിറച്ചുകൊണ്ട് തറയിലേക്കും വീഴുന്നു. അതേ സമയത്തായിരുന്നു അവിടേക്കൊരാൾ കടന്നു വരുന്നതും. അയാളാണ് ഈ പെൺകുട്ടികളെ എല്ലാവരെയും വശീകരിച്ചിരിക്കുന്നത് ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ. അയാൾ പറയുന്നതെല്ലാം ആ പെൺകുട്ടികൾ അനുസരിക്കുന്നു. 10 പേർ എഴുന്നേൽക്കുവാനായും പറയുന്നു. അത് കേട്ടതും 10 പേർ എഴുന്നേൽക്കും. കൂടാതെ ഈ 10 പെൺകുട്ടികളും സ്കൂളിലെ ടെറസിന് മുകളിലേക്ക് പോകണമെന്നും അയാൾ പറഞ്ഞു. അതേസമയം തന്നെയായിരുന്നു ടീച്ചർ ക്ലാസ് എടുക്കുവാനായിട്ട് ക്ലാസ്സിലേക്ക് വന്നതും. എന്നാൽ കുട്ടികളെ ആരെയും തന്നെ ക്ലാസ്സിൽ കാണുന്നില്ല. അതേസമയം തന്നെ ടെറസിന് മുകളിൽ നിന്നും ഒരു പെൺകുട്ടി താഴേക്ക് വന്ന് വീഴുന്നത് ടീച്ചർ കാണും. ടീച്ചർ ആ പെൺകുട്ടിക്കടുത്തേക്ക് ഓടിയെത്തിയതും ആ പെൺകുട്ടി മരിച്ചിരുന്നു. ടീച്ചർ അപ്പോൾ കാണുന്നതോ ടെറസിന് മുകളിലായിട്ട് 9 പെൺകുട്ടികൾ നിരന്നു നിൽക്കുന്നതും. ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാവരും എത്തി നിങ്ങൾ എന്തായി കാണിക്കുന്നത്, താഴേക്ക് ഇറങ്ങി വായെന്നൊക്കെ പെൺകുട്ടികളോട് പറയുന്നു. പക്ഷെ അവരാരും കേൾക്കുന്നതേയില്ല. ടീച്ചേഴ്സ് എല്ലാവരും കൂടി ടെറസിന് മുകളിലേക്ക് ചെല്ലും. എന്നിട്ട് അവരോട് താഴെ ഇറങ്ങുവാനായും പറയുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടികൾ പറയുന്നതോ ആരും ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്, ഞങ്ങളെ തടയാനായും ശ്രമിക്കരുത്. 3 മണിക്ക് ഇവിടെ നിന്ന് എല്ലാവരും താഴേക്ക് ചാടണമെന്ന ആ അങ്കിൾ പറഞ്ഞിരിക്കുന്നത്. ഏത് അങ്കിൾ പറഞ്ഞു എന്ന് ടീച്ചേഴ്സ് ചോദിക്കുമ്പോഴോ അതൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആരെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ
ഞങ്ങൾ താഴേക്ക് ചാടുമെന്നും ആ പെൺകുട്ടികൾ പറഞ്ഞു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ സെക്യൂരിറ്റി ആണെങ്കിലോ പെൺകുട്ടികൾക്ക് അടുത്തേക്ക് ചെന്നതും അതിൽ 2 പെൺകുട്ടികൾ താഴേക്കെടുത്ത് ചാടി. അപ്പോൾ തന്നെ ആ പെൺകുട്ടികളും മരണപ്പെട്ടു. പിന്നീട് ഓരോ പെൺകുട്ടികളായി താഴേക്കെടുത്ത് ചാടി മരിക്കുവാനായും തുടങ്ങി. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് അഥർവയാണ്. അഥർവയുടെ മകളായ ആര്യയാണെങ്കിലോ ഇപ്പോഴും ആ പ്രതാപിന്റെ വശീകരണത്തിൽ നിന്നും പുറത്തു വന്നിട്ടേയില്ല. അവൾ അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ അഥർവയാണെങ്കിലോ ഇപ്പോഴും മകളുടെ കാര്യമൊക്കെ നന്നായി നോക്കുന്നു. അവൾക്ക് ആഹാരം കൊടുക്കുന്നതും ആര്യയുടെ കാര്യങ്ങളെല്ലാം അഥർവ നന്നായിട്ട് നോക്കുന്നുണ്ട്. പ്രതാപിന്റെ വശീകരണത്തിൽ നിന്നും തന്റെ മകളെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് പോലും അഥർവയ്ക്കറിയില്ല. അങ്ങനെ അഥർവ ആര്യയ്ക്ക് കഴിക്കുവാനുള്ള ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ടിവിയിലെ ന്യൂസ് അഥർവ കാണാനിടയായി. സ്കൂളിന്റെ കെട്ടിടത്തിൽ നിന്നും 10 കുട്ടികൾ താഴേക്ക് ചാടി മരിച്ചുവെന്ന്. ടീച്ചേഴ്സ് പറയുന്നതോ ഒരങ്കിൾ അവരോട് വന്ന് താഴേക്ക് ചാടാൻ പറഞ്ഞു. അവരത് ചെയ്തു എന്നൊക്കെയാണ്. അത് കേട്ടതും അഥർവ ഞെട്ടിപ്പോകുന്നു. ആ ന്യൂസ് കണ്ടതും അഥർവയ്ക്കൊരു കാര്യം മനസ്സിലായി. ആര്യയ്ക്ക് സംഭവിച്ചിട്ടുള്ള അതേ വശീകരണം തന്നെയാണ് ദേ ഇപ്പോൾ ഈ സ്കൂൾ കുട്ടികൾക്കും സംഭവിച്ചിട്ടുള്ളതെന്ന്. ഉടനെ തന്നെ അഥർവ നേരെ പ്രതാപിനെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. പ്രതാപ് ആണെങ്കിലോ ഒരുപാട് വയസ്സായിരിക്കുന്നു, അവശ നിലയിലാണ്. പ്രതാപിനോട് അഥർവ ചോദിക്കും, നിന്നെ പോലെ ഈ വശീകരണങ്ങളൊക്കെ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ നിന്റെ കൂട്ടത്തിലെന്ന് ചോദിക്കും. എന്നാൽ പ്രതാപ് ചിരിക്കുകയാണ് ചെയ്യുന്നതും. പ്രതാപ് പലപ്പോഴായിട്ട് അഥർവയോട് തന്നെ കൊന്നുകളയുവാനായും പറഞ്ഞിരുന്നു. എന്നാൽ അഥർവ അത് ചെയ്തിട്ടില്ല. കാരണം അവൻ അത്രയ്ക്കും വേണ്ടി നരകിക്കണമെന്നും അഥർവ ആഗ്രഹിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പ്രതാപിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ആരാണ് നിന്റെ കൂടെയുള്ള ആ ആളെന്ന് അഥർവ എത്ര ചോദിച്ചിട്ടും പ്രതാപ് ചിരിക്കുകയാണ് ചെയ്തതും. അത് കാരണം അഥർവയ്ക്ക് ഒരുപാട് ദേഷ്യം വരും. പ്രതാപിന്റെ കൂട്ടത്തില് ഇനിയും ആരോ ഉണ്ടെന്നുള്ള കാര്യം അഥർവയ്ക്ക് മനസ്സിലായി. എന്നാൽ മറ്റൊരു വശത്ത് ഒരു പെൺകുട്ടി മാത്രം വന്ന് ഫുഡ് കഴിക്കാതെ വാഷ്റൂമിൽ പോയല്ലോ. ആ പെൺകുട്ടി പോലീസുകാരടുത്ത് വന്ന് കരയുകയാണ്. എന്റെ കൂട്ടുകാർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാണ് ആ പെൺകുട്ടി കരയുന്നതും. ക്യാൻറ്റീനിലെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ഉടനെ തന്നെ ക്യാൻറ്റീനിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അവിടെ അപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ എല്ലാവരും സ്റ്റക്കായി തന്നെ നിൽക്കുകയാണ്. അവർ സൈലന്റ് ആയിരിക്കുന്നു. ആരോടും മിണ്ടുന്നില്ല. ഒരു ദിശയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവരും വശീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരെ വശീകരിക്കുന്ന ആ ഒരാളിലെ അയാളെ അവിടെയൊന്നും കാണുന്നതേയില്ല. ഇത് കണ്ട് പോലീസുകാരും ഞെട്ടി നിൽക്കുകയാണ്. ആരും പെൺകുട്ടികളോട് എത്ര തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും ഒരു പെൺകുട്ടികളും ഒന്നും തന്നെ പറയുന്നതേയില്ല. എന്നാൽ അതിലൊരു പെൺകുട്ടി എഴുന്നേറ്റ് ഒരു പോലീസ് ഓഫീസറിന്റെ അടുത്തെത്തിയിട്ട് പറയും, പ്രതാപ് എന്നൊരാളിനെ എത്രയും വേഗം കണ്ടെത്തിക്കൊണ്ടുവരണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നാട് തന്നെ നശിക്കും. ആ ഒരാൾ പറയാൻ പറഞ്ഞു എന്നുള്ള കാര്യവും ആ പെൺകുട്ടി പറയുന്നു. പോലീസുകാർക്കൊന്നും ഈ പ്രതാപ് ആരെന്നോ ഒന്നും തന്നെ അറിയത്തേയില്ല. പോലീസുകാരെല്ലാവരും പോയ ഉടനെ തന്നെ ആ പെൺകുട്ടി മറ്റുള്ള പെൺകുട്ടികളോട് പറയുന്നുണ്ട്, ആ അങ്കിൾ പറഞ്ഞ മെസ്സേജ് ഞാൻ കൊടുത്തു. ഇനി അതിനുശേഷം അങ്കിൾ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറയും. അത് കേട്ടതും ബാക്കിയുള്ള പെൺകുട്ടികളും ഈ പെൺകുട്ടിയും അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. പോലീസുകാരും ടീച്ചേഴ്സും എല്ലാം തടയാൻ നോക്കിയെങ്കിലും അവരെ തടയാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛനെയും അമ്മയും പോലും അവർക്ക് തിരിച്ചറിയാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ വയലന്റായി പുറത്തേക്ക് ഓടുന്നു. മാത്രമല്ല റോഡിന്റെ പല ഭാഗത്തും ചെന്ന് കണ്ണിൽ കാണുന്ന ആളുകളെ എല്ലാം കൊന്നുകളയും. വണ്ടികളൊക്കെ തീ വയ്ക്കുന്നു, വണ്ടികളൊക്കെ നശിപ്പിക്കുന്നു. അവർക്ക് ചെയ്യാൻ തോന്നുന്നതെല്ലാം അവർ ചെയ്യുകയാണ്. അവർ വശീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ ഉറപ്പാണല്ലോ. ഇതെല്ലാം ന്യൂസിലൂടെ അഥർവ കാണുന്നുണ്ട്. മാത്രമല്ല ഈ യൂണിഫോം ഇട്ട പെൺകുട്ടികളെയെല്ലാം എവിടെ കണ്ടാലും പിടികൂടുവാനായും പോലീസ് ഉത്തരവിട്ടിട്ടുണ്ട്. അതെല്ലാം ന്യൂസ് വഴി കണ്ട അഥർവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പ്രതാപിനെ അന്വേഷിച്ച് മറ്റാരോ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്കെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ പെൺകുട്ടികൾ എല്ലാവരും പ്രതാപിനെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം അഥർവയ്ക്ക് മനസ്സിലായി. ഉടനെ തന്നെ അഥർവ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് പ്രതാപിനെ തനിക്കറിയാം, തന്റെ കസ്റ്റഡിയിൽ പ്രതാപ് ഉണ്ട് എന്നുള്ള കാര്യവും അഥർവ പറയുന്നു. എന്നാൽ പോലീസുകാരും സ്കൂളിലുള്ള ടീച്ചേഴ്സും എല്ലാവരും കരുതിയിരിക്കുന്നത് പെൺകുട്ടികളെ എല്ലാവരെയും ആരോ മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ അഥർവയാണെങ്കിലോ വശീകരണത്തിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോലീസുകാർക്കും ടീച്ചേഴ്സിനും പറഞ്ഞു കൊടുക്കും. അഥർവ പറയുന്നതൊന്നും പോലീസുകാർക്ക് വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നതും. തന്റെ മകൾക്ക് എന്താണോ സംഭവിച്ചത് അതാണ് ഈ പെൺകുട്ടികൾക്കും സംഭവിച്ചിരിക്കുന്നതെന്നും അഥർവ പറയുന്നു. എന്നാൽ ടീച്ചർ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, പ്രതാപ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നേരെയാകുമോ എന്നുള്ള കാര്യം. എന്നാൽ ആ പെൺകുട്ടി പറയുന്നത് ഉറപ്പായും നേരെയാകുമെന്നാണ്. എന്നാൽ കുറെ നേരം അഥർവ ഒരു കാര്യം ചിന്തിക്കും. എന്നിട്ട് അഥർവ പറയുന്നത്,
ഈ പെൺകുട്ടികളെല്ലാം ഇപ്പോഴും വശീകരണത്തിന്റെ ആ ഒരു പിടിയിൽ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ഉറപ്പായും പെൺകുട്ടികളെ വശീകരിച്ച് വെച്ചിരിക്കുന്ന ആൾ ഉറപ്പായും ഇവിടെ എവിടെയോ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോഴാണ് ആ ആളിനെ കാണിക്കുന്നതും. അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു മൂലയിലായിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഉടനെ തന്നെ അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നു. അയാളുടെ പേര് രാജ്നാഥ് എന്നായിരുന്നു, പ്രതാപിന്റെ സഹോദരൻ. തന്റെ ചേട്ടനെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്നാഥ് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നതും. എന്നാൽ പോലീസുകാർക്ക് രാജ്നാഥിനെ പിടികൂടാനേ കഴിയുന്നില്ല. അയാൾക്ക് അത്രയ്ക്കും ശക്തിയുണ്ടായിരുന്നു. മാത്രവുമല്ല, പോലീസുകാർ അയാളെ പിടികൂടുവാനായി ശ്രമിക്കുമെങ്കിലും ആ പെൺകുട്ടികളെ ഉപയോഗിച്ച് പോലീസുകാരെ എല്ലാവരെയും ഉപദ്രവിപ്പിക്കും. രാജ്നാഥ് പറയുന്നത് കേട്ട് ഓരോ പെൺകുട്ടികളായി ആത്മഹത്യ ചെയ്യുവാനായും തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അഥർവയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അതേസമയം തന്നെ രാജ്നാഥ് ഒരു കാര്യം കൂടി പറയുന്നു. പ്രതാപിനെ എപ്പോൾ കണ്ടുകിട്ടുന്നോ അപ്പോൾ മാത്രമേ താൻ ഇത് അവസാനിപ്പിക്കൂവെന്ന്. അത് കേട്ട അഥർവ പറയും, പ്രതാപ് 12 വർഷങ്ങളായിട്ട് എന്റെ പക്കലുണ്ട്. ഞാനാ അവനെ ബന്ധിച്ചിരിക്കുന്നതും. എന്റെ മകൾ ഇത്രയും വർഷങ്ങളായിട്ടും പ്രതാപിന്റെ വശീകരണത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. എന്റെ മകളെ നീ നേരെയാക്കുകയാണെങ്കിൽ നിന്റെ സഹോദരനായിട്ടുള്ള പ്രതാപിനെ ഞാൻ വിട്ടുതരാമെന്നും അഥർവയാണെങ്കിൽ രാജ്നാഥിനോട് പറയും. അതെല്ലാം കേട്ട് രാജ്നാഥ് ഞെട്ടിപ്പോയി. കാരണം എന്തെന്നാൽ വശീകരണ മന്ത്രം ഉപയോഗിച്ചാൽ കുറച്ചു സമയത്തേക്ക് മാത്രമേ അത് വർക്ക് ചെയ്യൂ. അത് കഴിഞ്ഞാൽ പെൺകുട്ടികളെല്ലാവരും നോർമൽ ലൈഫിലേക്ക് പോകും. പക്ഷേ 12 വർഷങ്ങളായിട്ട് ആര്യ ആ ഒരു വശീകരണ മന്ത്രത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ ആ മന്ത്രം അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു മന്ത്രം തനിക്കും പഠിക്കണമെന്ന ആഗ്രഹം രാജ്നാഥിനുണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് പ്രതാപിനെ അന്വേഷിച്ചു വന്നിരിക്കുന്നതും. അഥർവ ഒരു കാര്യം രാജ്നാഥിനോട് പറയുന്നു. ഈ പെൺകുട്ടികളെ വെച്ച് നിങ്ങൾ എന്നെ വിരട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് ഈ പെൺകുട്ടികളോട് ആരോടും സിമ്പതിയൊന്നും തോന്നില്ല. 12 വർഷങ്ങളായിട്ട് എന്റെ മകൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ആ 12 വർഷങ്ങളായിട്ട് ഞാനും ഒരു രാക്ഷസനായി മാറി. ഈ പെൺകുട്ടികളെ വെച്ച് വിരട്ടിയാലൊന്നും ഞാൻ പ്രതാപിനെ വിട്ടുതരില്ല എന്നുള്ള കാര്യവും അഥർവ പറയുന്നു. അത് കേട്ടതോടുകൂടി രാജ്നാഥിനൊരു കാര്യം മനസ്സിലായി. പെൺകുട്ടികളെ വെച്ച് വിരട്ടിയാലൊന്നും പ്രതാപിനെ വിട്ടുതരില്ല. അതുകൊണ്ട് എന്താണോ അഥർവയുടെ ആവശ്യം അത് താൻ അംഗീകരിച്ചു കൊടുക്കുക, അതേ ഒരു വഴിയുള്ളൂ എന്നും രാജ്നാഥിന് മനസ്സിലായതുകൊണ്ട് തന്നെ അഥർവയുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുവാനായിട്ടും രാജ്നാഥ് തീരുമാനിച്ചു. പ്രതാപിനെ കാണുവാനായിട്ട് അഥർവയുടെ വീട്ടിലേക്ക് പോകുവാനായി ഒരുങ്ങുന്ന രാജ്നാഥ് താൻ വശീകരിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടികളെയെല്ലാം 2 സ്കൂൾ ബസ്സിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. ഒരു പോലീസുകാരും തന്നെ ഫോളോ ചെയ്തു വരാൻ പാടില്ല എന്ന് പ്രത്യേകം രാജ്നാഥ് പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിയിൽ വെച്ച് ഒരു പെൺകുട്ടി സ്കൂൾ ബസ്സിൽ നിന്നും പുറത്തേക്കെടുത്ത് ചാടി അവിടെ ഉണ്ടായിരുന്ന ഒരാളിനെ കൊല്ലുന്നത് രാജ്നാഥ് കാണുന്നു. മതി, നീ വണ്ടിയിലേക്ക് വന്ന് കയറുവാനായിട്ടും രാജ്നാഥ് പറയുമ്പോഴോ ആ പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് സൈലന്റായി നിൽക്കുകയും അവൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. തന്റെ വശീകരണത്തിന്റെ സമയം കഴിഞ്ഞു എന്നുള്ള കാര്യവും രാജ്നാഥിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് പോകുവാനായിട്ടും രാജ്നാഥ് തീരുമാനിക്കുന്നു. ബസ്സിലിരിക്കുന്ന സമയം അഥർവ ചോദിക്കുന്നുണ്ട്, ഇത്രയും വർഷങ്ങളായിട്ട് നീ നിന്റെ ചേട്ടനെ അന്വേഷിച്ചു വരാതെ ഇപ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് രാജ്നാഥ് പറയുന്നത്, ചേട്ടനാണെങ്കിലോ ഒരുപാട് സിദ്ധികളൊക്കെ നേടിയെടുക്കുവാനായിട്ട് പലപ്പോഴായും ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ധ്യാനമിരിക്കും. ചിലപ്പോൾ അത് 1 വർഷം 2 വർഷമൊക്കെ നീണ്ടുപോകും. ആ സമയമൊന്നും ചേട്ടന്റെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ ആർക്കും ചെല്ലാനേ പറ്റത്തില്ല, ഫോൺ പോലും വിളിക്കുവാനായും കഴിയത്തില്ല. എന്നാൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുവാനായും ശ്രമിച്ചു. പക്ഷേ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. അപ്പോൾ എനിക്ക് സംശയം തോന്നി. അങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ചേട്ടന് എന്തോ സംഭവിച്ചു എന്ന് തോന്നിയത് കൊണ്ടാണ് ചേട്ടനെ തിരിച്ചു വരുത്തുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വിദ്യ പ്രയോഗിച്ചതും. അതിപ്പോൾ സക്സസ് ആയില്ലേ? ചേട്ടനടുത്തേക്കല്ലേ താൻ പോകുന്നത് എന്നുള്ള കാര്യവും രാജ്നാഥ് പറയുന്നു. അങ്ങനെ അഥർവയുടെ വീട്ടിലെത്തി. അവിടെ കുറെ പെൺകുട്ടികളെ കാവൽ നിർത്തുന്നുണ്ട്. ആരെങ്കിലും അകത്തേക്ക് കയറുവാനായി ശ്രമിച്ചാൽ അവരെ കൊന്നുകളയണമെന്നും പറഞ്ഞിട്ടാണ് രാജ്നാഥ് ബാക്കിയുള്ള കുട്ടികളെയും കൂട്ടി അകത്തേക്ക് പോകുന്നതും. അകത്ത് ചെല്ലുമ്പോൾ തന്നെ കുറച്ചു കുട്ടികളെ അവിടെ ഇവിടെ നിൽക്കുവാനായും പറയുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ അഥർവ തന്റെ മകളടുത്തേക്കാണ് രാജ്നാഥിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ രാജ്നാഥ് പറയുന്നുണ്ട്, ആദ്യം എനിക്ക് എന്റെ ചേട്ടനെ കാണണം, അതിനുശേഷം നിന്റെ മകളെ ഞാൻ നേരെയാക്കാമെന്നും അഥർവയോട് പറയുന്നു. എന്നാൽ ആര്യയെ വന്ന് കണ്ട രാജ്നാഥ് ഞെട്ടിപ്പോകും. 12 വർഷമായിട്ട് ഇവൾ ഇതുപോലെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമെങ്കിൽ ചേട്ടൻ ചെയ്തിട്ടുള്ളത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള വശീകരണമാണ്. അത് ചേട്ടനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. അതെനിക്കും പഠിച്ചെടുക്കണമെന്നും രാജ്നാഥ് പറയുന്നു. അതിനുശേഷം നേരെ പോകുന്നത് പ്രതാപിനെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ്. പ്രതാപിന്റെ അവസ്ഥ കണ്ടതും രാജ്നാഥ് ആണെങ്കിൽ തകർന്നു പോകുന്നു. പ്രതാപിന്റെ കയ്യും കാലും വലിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അത് കണ്ട രാജ്നാഥ് എത്രയും വേഗം ഈ ചങ്ങലകളൊക്കെ അഴിക്കുവാനായിട്ടും അഥർവയോട് പറയുന്നു.
എന്നാൽ അഥർവ പറയുന്നത് എന്റെ മകളെ നീ നേരെയാക്കിയാൽ മാത്രമേ ഈ ചങ്ങലകൾ ഞാൻ അഴിക്കൂ എന്നായിരുന്നു. ഉടനെ തന്നെ രാജ്നാഥ് പറയും, എങ്കിൽ ശരി, നിന്റെ മകളെ ഇവിടേക്ക് കൊണ്ടുപോയെന്ന്. ഉടനെ തന്നെ അഥർവ പോയിട്ട് ആര്യയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. എന്നാൽ രാജ്നാഥ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും കാര്യം എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാതെയുണ്ടോ? നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആ കാര്യം എത്രയും വേഗം തിരിച്ചു കൊടുത്താൽ മാത്രമേ ഈ വശീകരണം നിങ്ങളുടെ മകളെ വിട്ടു പോകൂ എന്നും രാജ്നാഥ് പറയുന്നു. അപ്പോൾ അഥർവയാണെങ്കിൽ എന്താണ് താൻ വാങ്ങിയതെന്ന് ചിന്തിക്കും. എത്ര ചിന്തിച്ചിട്ടും അഥർവയ്ക്കാണെങ്കിലോ ഒന്നും കത്തുന്നതേയില്ല. അപ്പോഴാണ് ഒരു കാര്യം അഥർവയ്ക്ക് ഓർമ്മ വരുന്നത്. ആദ്യമായിട്ട് പ്രതാപിനെ കാണുന്ന സമയത്ത് പ്രതാപ് അവർക്ക് 10 രൂപ കൊടുത്തിരുന്നല്ലോ. അഥർവയുടെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ആ 10 രൂപ ഇതുവരെയായിട്ടും അഥർവ തിരിച്ചു കൊടുത്തിട്ടില്ല. ആ ഒരു കാര്യം അഥർവ പറയും. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം പോയി 10 രൂപ എടുത്ത് ചേട്ടന്റെ കയ്യിൽ വെച്ച് കൊടുക്കുവാനായിട്ടും രാജ്നാഥ് പറയും. ഉടനെ തന്നെ അഥർവ പോയിട്ട് ഒരു 10 രൂപ എടുത്തുകൊണ്ടുവന്ന് പ്രതാപിന്റെ കയ്യിൽ വെച്ച് കൊടുക്കും. പക്ഷേ പ്രതാപ് ആണെങ്കിലോ ആദ്യമൊന്നും വാങ്ങുവാനായി കൂട്ടാക്കുന്നതേയില്ല. എന്നാൽ അഥർവ നിർബന്ധിച്ച് 10 രൂപ അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കും. അപ്പോഴേക്കും ആര്യയുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു. ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്ന ആര്യയാണെങ്കിലോ സ്വബോധത്തിലേക്ക് തിരികെ വരികയാണ്. അവൾ ഉടനെ തന്നെ അവളുടെ അച്ഛനെ വിളിക്കും. അപ്പോഴാണ് അഥർവയ്ക്ക് ഒരുപാട് സന്തോഷമായത്. 12 വർഷങ്ങളായിട്ട് ഒരേ ഇരിപ്പിരിക്കുന്ന മകൾ വീണ്ടും പഴയതുപോലെ ആയിരിക്കുന്നു. അഥർവയ്ക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ ആര്യ പ്രതാപിനെ കണ്ടതും അലറി വിളിക്കുകയാണ്. ഉടനെ തന്നെ അവളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അങ്ങനെ അഥർവ പ്രതാപിന്റെ കൈയും കാലും ബന്ധിച്ചിരുന്ന ചങ്ങലയൊക്കെ അഴിച്ചു മാറ്റുന്നു. രാജ്നാഥ് ആണെങ്കിലോ തന്റെ ചേട്ടനോട് സംസാരിക്കുവാനായി ശ്രമിക്കും. പക്ഷേ പ്രതാപിന് തിരിച്ച് സംസാരിക്കുവാൻ കഴിയുന്നില്ല. അപ്പോഴാണ് പ്രതാപിന് നാക്കില്ല എന്നുള്ള കാര്യവും രാജ്നാഥ് മനസ്സിലാക്കിയത്. സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൽ അഥർവയാണെങ്കിലോ പ്രതാപിന്റെ നാക്ക് അറുത്തു മാറ്റിയിരുന്നു. ഇനി പ്രതാപിൽ നിന്നും ഒരു മന്ത്രങ്ങളും കേൾക്കുവാനായും കഴിയില്ലല്ലോ, ഒന്നും പഠിക്കുവാനായി തനിക്ക് കഴിയില്ലല്ലോ എന്നോർത്ത് രാജ്നാഥിന് വല്ലാതെ ദേഷ്യം വരുന്നു. രാജ്നാഥ് ആണെങ്കിലോ അത് ചോദിച്ച് അഥർവയെ ഒരുപാട് തല്ലും. മാത്രവുമല്ല ആര്യയും ഉപദ്രവിക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് രാജ്നാഥ് അവരെ ഉപദ്രവിക്കുന്നതും. ഉടനെ തന്നെ രാജ്നാഥ് ബാക്കിയുള്ള പെൺകുട്ടികളോട് ഇവരെ രണ്ടുപേരെയും കൊല്ലുവാനായും ആവശ്യപ്പെടുന്നു. അതേസമയം തന്നെയായിരുന്നു ഇവരെല്ലാവരും വരുന്നതിന് മുൻപ് തന്നെ അഥർവയാണെങ്കിലോ ആ വീട്ടിൽ വലിയൊരു ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ നിന്നും വലിയ രീതിയിലുള്ള ശബ്ദം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. വലിയ രീതിയിൽ ശബ്ദം പുറത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ രാജ്നാഥ് പറഞ്ഞതൊന്നും ആ പെൺകുട്ടികൾ കേട്ടതേയില്ല. പക്ഷേ അഥർവയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിരുന്നു. ഈ ഒരു ശബ്ദത്തിനിടയിൽ എല്ലാവരും പെട്ടുപോയ സമയം നോക്കി ഉടനെ തന്നെ രാജ്നാഥിനെ അഥർവ തല്ലും. മാത്രവുമല്ല, എങ്ങനെയാണോ പ്രതാപിനെ ചെയ്തത് അതുപോലെ തന്നെ രാജ്നാഥിന്റെ നാവ് മറുത്ത് അതേ തടങ്കലിൽ തന്നെ രാജ്നാഥിനെ കൊണ്ടുവന്നിടുകയാണ്. അവനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആ ഒരു ഇരുട്ടറയിലേക്ക് തള്ളി. രണ്ടുപേർക്കും ഒരേ ശിക്ഷ തന്നെയാണ് അഥർവ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും പുറത്തിങ്ങനെ അലഞ്ഞു നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. ഒരുപാട് പേർ ഇത് കാരണം ബാധിക്കപ്പെടുമെന്നും അഥർവയ്ക്കറിയാം. തന്റെ മകൾക്ക് സംഭവിച്ചത് ഒരിക്കലും ആർക്കും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അഥർവ ഇങ്ങനെ ചെയ്തതും. അങ്ങനെ രണ്ടുപേർക്കും കൊടുക്കാവുന്നതിലും വലിയ ശിക്ഷ തന്നെയാണ് അഥർവ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആര്യ പതിയെ പതിയെ ജീവിതത്തിലേക്കും തിരിച്ചു വരികയാണ്. അവൾക്ക് അവളുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിയുന്നുണ്ട്. അഥർവ ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു. സ്വന്തം മകൾ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് കണ്ട് അഥർവയ്ക്കും ഒരുപാട് സന്തോഷമാകും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.